ഒരു രാഷ്ട്രീയക്കാരന് ജനങ്ങളുടെ മനസ്സിൽ എത്രത്തോളം സ്വാധീനമുണ്ടാക്കാൻ സാധിക്കും, എത്രത്തോളം കാലം ജീവിച്ചിരിക്കാൻ സാധിക്കുമെന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ലക്ഷദ്വീപുകാരുടെ പ്രിയപ്പെട്ട നേതാവാകുന്ന PM സഈദ്. 1941 മെയ് 10 ആന്ത്രോത്ത് ദ്വീപിൽ ജനിച്ച് 2005 ഡിസംബർ 18 മരണപ്പെട്ടു പോയ ലക്ഷദ്വീപുകാരുടെ പ്രിയപ്പെട്ട നേതാവ്. അവർക്ക് ആരൊക്കെ ആയിരുന്നു? ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ ജീവിച്ചിരിക്കുന്ന ആ PM സഈദ് എന്ന് പറയുന്ന നേതാവിനെ കുറിച്ച് പറയുമ്പോൾ കണ്ണീരോടുകൂടിയല്ലാതെ അവർക്കത് പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. അത്രത്തോളം ചരിത്രങ്ങൾ, അത്രത്തോളം ത്യാഗങ്ങൾ, അത്രത്തോളം അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾ സമ്മാനിച്ചിട്ടാണ് ഈ ലോകത്ത് നിന്ന് അദ്ദേഹം വിട പറഞ്ഞു പോകുന്നത്. ഒരു നേതാവാകണമെങ്കിൽ, ഒരു രാഷ്ട്രീയക്കാരനാകണമെങ്കിൽ എങ്ങനെ ആയിരിക്കണമെന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന്റെ നേർചിത്രങ്ങളാണ് ലക്ഷദ്വീപിലൊക്കെ അവരുടെ വീടുകളിലേക്കൊക്കെ കയറി ചെല്ലുമ്പോൾ ഒരുപാട് നേതാക്കന്മാരുടെ ഫോട്ടോ ഒന്നും നമുക്കവിടെ കാണാൻ സാധിക്കില്ല. എന്നാൽ ഒരു നേതാവിന്റെ ഫോട്ടോ അവിടെ കാണാൻ സാധിക്കും, എല്ലാവരുടെയും വീടുകളിൽ കാണാൻ സാധിക്കും. അതിലൊരു നേതാവ് PM സഈദ് സാഹിബിൻ്റെതാണ്. അത് കഴിഞ്ഞാൽ ശംസുൽ ഉലമ, അത് കഴിഞ്ഞാൽ പാണക്കാട് തങ്ങളുടെ ഫോട്ടോ. ഇങ്ങനെ 3 ചിത്രങ്ങളാണ് മിക്ക വീടുകളിലും ഞാൻ പോയപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത്. അവർ നെഞ്ചേറ്റിക്കൊണ്ട് നടക്കുന്ന നേതാവ്, അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക്, ഭക്ഷണത്തിന്, അതുപോലെ തന്നെ വാണിജ്യ ഊർജ മേഖലകൾക്കൊക്കെ ഒരുപാട് സംഭാവനകൾ നൽകിയ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് എന്തിനേറെ പറയണം, ലക്ഷദ്വീപാകാൻ കാരണം, ലക്ഷദ്വീപ് ലോകമറിയപ്പെടാൻ കാരണം എനിക്ക് തോന്നുന്നു PM സഈദ് തന്നെയാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. വലിയൊരു മഹാനായിരുന്നു എന്ന് വേണം പറയാൻ, വലിയൊരു മഹാനായിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ പ്രായമുള്ള ആളുകളൊക്കെ വിതുമ്പുകയാണ്. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചിറങ്ങുന്ന വേളയിൽ ഒരു പ്രിയപ്പെട്ട ഉപ്പ ആ PM സഈദ് സാഹിബിന്റെ ഓർമ്മകളെ അയവിറക്കിക്കൊണ്ട് കണ്ണീരോടുകൂടി കരഞ്ഞുകൊണ്ടല്ലാതെ ഞങ്ങൾക്കത് പറയാൻ സാധിക്കില്ല ഉസ്താദെ എന്ന് നൊമ്പരപ്പെട്ടിട്ട് PM സഈദ് സാഹിബ് അവിടെ ജീവിച്ചു കാണിച്ചതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുകയാണ്. 26-ാമത്തെ വയസ്സിൽ ലോകസഭാ MP ആയി അദ്ദേഹം നിയമിതനാകുമ്പോൾ അന്ന് കൽക്കരി അതുപോലത്തെ മേഖലയിലായിരുന്നു അദ്ദേഹത്തിന്റെ വകുപ്പ്. പിന്നീട് ഊർജ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച്, ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച്, ഒരുപാട് അടിച്ചമർത്തലുകൾക്കൊക്കെ വിധേയമാക്കപ്പെട്ടിട്ട് ഇന്ന് ലക്ഷദ്വീപാകാൻ കാരണമായതിൽ, ആ ലക്ഷദ്വീപ് എന്ന് പേര് വരാൻ തന്നെ കാരണമായതിൽ മുഖ്യ പങ്കുവഹിച്ച എല്ലാവരുടെയും മനസ്സുകളിൽ സ്ഥാനം പിടിച്ച നേതാവ് PM സഈദ് സാഹിബാണ്. അല്ലാഹു തആല ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെ ആകണമെന്നതിനുള്ള മാതൃകയാണ് അദ്ദേഹത്തിൽ നിന്നും നമുക്ക് ഓരോരുത്തർക്കും പഠിക്കാനുള്ളത്. ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെയാകണം? ചില ആളുകൾക്ക് അദ്ദേഹം മകനായിരുന്നു, ചില ആളുകൾക്ക് വാപ്പയായിരുന്നു, ചില ആളുകൾക്ക് ഉപ്പയായിരുന്നു, ചില ആളുകൾക്ക് വീട്ടിലെ ഒരു അംഗം തന്നെയായിരുന്നു. അല്ലാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ, അവരുടെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ, സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ.